26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇറാനിൽ അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമായതായി റിപ്പോർട്ട്. യുഎഇയുടെ വ്യോമ പ്രതിരോധ സംവിധാനം രാജ്യത്തേക്ക് ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുകയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമായതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുഎഇയുടെ വ്യോമ പ്രതിരോധ സംവിധാനം രാജ്യത്തേക്ക് ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുകയാണെന്നാണ് യുഎഇ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഭീഷണി നേരിടുന്നതായി മന്ത്രാലയം അറിയിച്ചിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുകയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഖത്തർ സർക്കാർ മൊബൈൽ ഫോണുകളിലൂടെ താമസക്കാർക്ക് സുരക്ഷാ മുന്നറിയിപ്പും അയച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ പുതിയ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം വീണ്ടും ശക്തമായത്. സൈപ്രസ് പതാകയുള്ള ചരക്കു കപ്പലിനെ ഇറാൻ ആക്രമിച്ചുവെന്നാരോപിച്ചാണ് അമേരിക്ക നടപടി സ്വീകരിച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചതായാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. ആഗോള എണ്ണവാതക ഗതാഗതത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് ഈ സാഹചര്യം അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയും ഗൾഫ് മേഖലയിലെ സുരക്ഷയിലും ആശങ്ക ഉയർത്തുകയാണ്. സംഭവ വികാസങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതായാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.